നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ ജീവിതത്തിലെ എന്തോ ഒരു കാര്യം ശരിയായി പോകുന്നില്ല എന്ന് ഒരിക്കലെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? എല്ലാം ശരിയായി പ്ലാൻ ചെയ്തിട്ടും അവസാന നിമിഷം കാര്യങ്ങൾ തെറ്റിപ്പോകുന്നത്, വളരെ അടുത്തെത്തി വിജയം കൈവിട്ടു പോകുന്നത്, പണം വരുമ്പോൾ അത് നിലനിൽക്കാത്തത്, ഇത് സാധാരണ കാര്യമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഒരിക്കലുമല്ല. ഇതിനു പിന്നിൽ ഒരു കാരണമുണ്ട്, ഒരു കാണാത്ത ശക്തിയുണ്ട്. നിങ്ങളുടെ ജീവിതത്തെ സ്വാധീനിക്കുന്ന, അതെ, നമ്പറുകൾ. നിങ്ങൾ ദിവസവും ഉപയോഗിക്കുന്ന നമ്പറുകൾ, നിങ്ങൾ ശ്രദ്ധിക്കാത്ത നമ്പറുകൾ, അവയാണ് നിങ്ങളുടെ ജീവിതത്തെ മുന്നോട്ടോ പിന്നോട്ടോ നയിക്കുന്നത്. എല്ലാ നമ്പറുകളും നിങ്ങൾക്ക് ഭാഗ്യം കൊണ്ടുവരില്ല. ചില നമ്പറുകൾ നിങ്ങൾക്ക് ദോഷം ചെയ്യും. അതാണ് നിങ്ങളുടെ ദുർഭാഗ്യ സംഖ്യ. സാധാരണയായി ആളുകൾ കരുതുന്നത് ദുർഭാഗ്യ സംഖ്യ എന്നത് ഒരു ഭയം അല്ലെങ്കിൽ ഒരു അന്ധവിശ്വാസം അങ്ങനെയാണ് എന്നതാണ്. പക്ഷേ ജ്യോതിശാസ്ത്രത്തിൽ ഇത് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഓരോ മനുഷ്യന്റെയും ഒരു എനർജി പാറ്റേൺ ഉണ്ട്. ആ എനർജിയോട് മാച്ച് ആകാത്ത നമ്പറുകൾ ക്ലാഷ് ചെയ്യും. ആ ക്ലാഷ് നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സമായി പ്രകടമാകും. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് നിങ്ങളുടെ ദുർഭാഗ്യ സംഖ്യ, അതായത് നിങ്ങൾ ഒഴിവാക്കേണ്ട നമ്പർ ഏതാണ് എന്നുള്ളതിനെ കുറിച്ച്. ഈ ഒരു കാര്യം നിങ്ങൾ ശരിയായി മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങൾക്കും ഉത്തരം കിട്ടും. ഒരുപാട് പേര് ജീവിതത്തിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ശ്രമക്കുറവ് കൊണ്ടല്ല, തെറ്റായ എനർജി കാരണമാണ്, തെറ്റായ നമ്പറുകൾ കാരണമാണ്. നിങ്ങളുടെ മൊബൈൽ നമ്പറിൽ ഒരു തെറ്റായ നമ്പർ നിങ്ങളുടെ അവസരങ്ങൾ തന്നെ തടയാം എന്നതാണ്. നിങ്ങളുടെ വാഹന നമ്പറിൽ ഒരു തെറ്റായ നമ്പർ അപ്രതീക്ഷിത പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. നിങ്ങളുടെ വീട്ടിന്റെ നമ്പർ പോലും നിങ്ങളുടെ സമാധാനത്തെ ബാധിക്കും. ഇതൊന്നും ഭയപ്പെടുത്താൻ പറയുന്നതല്ല, അറിവ് നൽകാൻ പറയുന്നതാണ്. കാരണം നിങ്ങൾക്ക് ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാറ്റം വരുത്താൻ സാധിക്കും. നിങ്ങളുടെ ജീവിതം സ്ലോ ആയി പോകുന്നുണ്ടോ? എന്തോ ഒന്നാണ് നിങ്ങളെ തടയുന്നത് എന്ന് തോന്നുന്നുണ്ടോ? അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കായിട്ടുള്ളതാണ്. ഇന്ന് നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് തെറ്റായി പോകുന്നത് എന്ന്. അതിലും പ്രധാനമായി നിങ്ങൾ ഒഴിവാക്കേണ്ട നമ്പർ ഏതാണ് എന്നുള്ളത്. അതെ, നിങ്ങളുടെ ദുർഭാഗ്യ സംഖ്യ. ഈ വീഡിയോ മുഴുവൻ കാണുക, കാരണം അവസാനത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ നമ്പർ കണ്ടെത്താൻ കഴിയും. അപ്പോൾ നിങ്ങൾ തയ്യാറാണോ നിങ്ങളുടെ ജീവിതത്തിലെ അദൃശ്യമായ പ്രശ്നം കണ്ടെത്താൻ? അപ്പൊ നമുക്ക് തുടങ്ങാം. അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യാം. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന, പക്ഷെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഒരു കാര്യം എന്താണ് എന്നുള്ളത് നിങ്ങൾക്കറിയാമോ? അത് നമ്പറുകളാണ്. അതെ, സാധാരണയായിട്ട് നമ്മൾ കാണുന്ന ചെറിയ അക്കങ്ങൾ 1, 2, 3, 4 ഇവയൊന്നും വെറും അക്കങ്ങൾ മാത്രമല്ല. ഓരോ നമ്പറിനും ഒരു ശക്തിയുണ്ട്, ഒരു എനർജി ഉണ്ട്, ഒരു വൈബ്രേഷൻ ഉണ്ട്. ഈ വൈബ്രേഷൻ നിങ്ങളുടെ ജീവിതത്തോടൊപ്പം മാച്ച് ആണോ മാച്ച് അല്ലയോ അതനുസരിച്ചാണ് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. നിങ്ങൾ ഒരിക്കലെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചില ദിവസങ്ങൾ എല്ലാം സ്മൂത്ത് ആയി പോകും, എന്ത് ചെയ്താലും വിജയം, സന്തോഷം, ശാന്തി. പക്ഷെ ചില ദിവസങ്ങൾ ഒന്നും ശരിയായി പോകില്ല, ചെറിയ കാര്യങ്ങൾ പോലും പ്രശ്നമായി മാറും. ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഇതിന് പിന്നിൽ എനർജി പാറ്റേൺസ് ആണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന നമ്പറുകൾ, നിങ്ങൾക്ക് ചുറ്റുമുള്ള നമ്പറുകൾ, ഇവയെല്ലാം ചേർന്നാണ് നിങ്ങളുടെ ജീവിതത്തിലെ എനർജി ഫ്ലോ ഉണ്ടാക്കുന്നത്. നിങ്ങളുടെ മൊബൈൽ നമ്പർ, വാഹന നമ്പർ, വീട്ടിന്റെ നമ്പർ, ജനന തീയതി ഇവയൊക്കെയും വെറും വിവരങ്ങൾ മാത്രമല്ല. ഇവ നിങ്ങളുടെ ജീവിതത്തെ ഷേപ്പ് ചെയ്യുന്ന ശക്തികളാണ്. ജ്യോതിശാസ്ത്രത്തിൽ നമ്പറുകൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. കാരണം ഓരോ നമ്പറും ഒരു ഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നതാണ്. ആ ഗ്രഹത്തിന്റെ സ്വഭാവം ആ നമ്പറിലൂടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള നമ്പർ നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യം കൊണ്ടുവരും. പക്ഷെ നിങ്ങൾക്ക് മാച്ച് അല്ലാത്ത നമ്പർ ദുർഭാഗ്യവും കൊണ്ടുവരും. അത് തന്നെയാണ് നിങ്ങളുടെ ദുർഭാഗ്യ സംഖ്യ. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, 2 ആളുകൾ ഒരേ ജോലി ചെയ്യുന്നു, ഒരേ രീതിയിൽ പരിശ്രമിക്കുന്നു. പക്ഷെ ഒരാൾക്ക് വിജയം, മറ്റൊരാൾക്ക് പരാജയം. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? എനർജി ഡിഫറൻസ് ആണ് കാരണം. നമ്പറുകളുടെ ഡിഫറൻസ് ആണ് കാരണം. ചില നമ്പറുകൾ നിങ്ങളുടെ വഴിയിൽ പോസിറ്റീവ് എനർജി കൊണ്ടുവരും, ചില നമ്പറുകൾ നെഗറ്റീവ് എനർജി ആയിരിക്കും കൊണ്ടുവരുന്നത്. ഈ നെഗറ്റീവ് എനർജി നിങ്ങൾക്ക് അറിയാതെ തന്നെ നിങ്ങളുടെ അവസരങ്ങൾ ബ്ലോക്ക് ചെയ്യും. നിങ്ങൾക്ക് തോന്നും ഞാൻ ശ്രമിക്കുന്നില്ലെന്ന്, പക്ഷെ നിങ്ങൾക്ക് പിന്നിൽ ഒരു ഇൻവിസിബിൾ ഫോഴ്സ് ഉണ്ട്, അത് നിങ്ങളെ തടയുന്നുമുണ്ട്.
ആ ഫോഴ്സ് ഒരു നമ്പർ ആയിരിക്കാം. അതുകൊണ്ടാണ് നിങ്ങൾ ഉപയോഗിക്കുന്ന നമ്പറുകൾ ശരിയായതാണോ എന്ന് അറിയേണ്ടത് അത്യാവശ്യമാണ് എന്ന് പറയുന്നത്. ഇത് ഇഗ്നോർ ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ വൈകിപ്പോക്കുകൾ, തടസ്സങ്ങൾ, നഷ്ടങ്ങൾ, വിഷമങ്ങൾ ഇതൊക്കെയും തുടരും. പക്ഷേ നിങ്ങളിത് മനസ്സിലാക്കി ശരിയായ മാറ്റം വരുത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം സ്ലോ ആയി മാറാൻ തുടങ്ങും. ഇന്ന് ഈ വീഡിയോ വഴി നിങ്ങൾക്ക് അത് മനസ്സിലാകും. നിങ്ങളുടെ നമ്പറുകൾ നിങ്ങളുടെ ഭാഗ്യത്തെ ഷേപ്പ് ചെയ്യുന്നത് എങ്ങനെയെന്ന്, അതിലും പ്രധാനമായി നിങ്ങളുടെ ദുർഭാഗ്യ സംഖ്യ, അതായത് നിങ്ങൾ ഒഴിവാക്കേണ്ട നമ്പർ, അതൊക്കെ ഏതാണ് എന്നുള്ളത് അടുത്ത ഭാഗത്തിൽ നമ്മൾ കാണാൻ പോവുകയാണ്. ദുർഭാഗ്യ സംഖ്യ എന്താണ്, അതെങ്ങനെ നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്നു, അതുകൊണ്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തുടർന്ന് കാണുക. ഇപ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് കടക്കുകയാണ്. ദുർഭാഗ്യ സംഖ്യ. പേര് കേൾക്കുമ്പോൾ തന്നെ കുറച്ച് ഭയം തോന്നുന്നുണ്ടല്ലേ? പക്ഷെ ഇത് ഭയപ്പെടേണ്ട കാര്യമല്ല, മനസ്സിലാക്കേണ്ട കാര്യമാണ്. ദുർഭാഗ്യ സംഖ്യ എന്നത് നിങ്ങളുടെ ജീവിതത്തോട് മാച്ച് ആകാത്ത നമ്പറാണ്. നിങ്ങളുടെ എനർജിയോട് ക്ലാഷ് ചെയ്യുന്ന നമ്പറാണ്. ഈ ക്ലാഷ് നിങ്ങൾക്ക് നേരിട്ട് കാണാൻ കഴിയില്ല, പക്ഷെ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഫലമായി പ്രകടമാകും. എങ്ങനെ? ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും തുടങ്ങും, പക്ഷെ അത് പൂർത്തിയാകില്ല. ചിലപ്പോൾ പണം വരും, പക്ഷെ നിലനിൽക്കില്ല. ചിലപ്പോൾ ബന്ധങ്ങൾ നല്ലതായിരിക്കും, പക്ഷെ അപ്രതീക്ഷിതമായിട്ട് പ്രശ്നങ്ങൾ കടന്നു വരും. ഇവയെല്ലാം ഒരു കോയിൻസിഡൻസ് അല്ല, അതിന് പിന്നിൽ എനർജി ഇംബാലൻസ് ഉണ്ട്. ആ ഇംബാലൻസ് ഉണ്ടാകുന്നത് ഒരു തെറ്റായ നമ്പർ കാരണമാണ്. അതെ, അതാണ് നിങ്ങളുടെ ദുർഭാഗ്യ സംഖ്യ. ഒരുപാട് ആളുകൾ ഇത് ശ്രദ്ധിക്കാറില്ല. അവർ കരുതുന്നത് ജീവിതം ഇങ്ങനെയാണ്, പ്രശ്നങ്ങൾ സാധാരണമാണ്. പക്ഷെ സത്യത്തില് ചില പ്രശ്നങ്ങൾ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാൻ കഴിയുന്നവയാണ്. അത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ ദുർഭാഗ്യ സംഖ്യ തിരിച്ചറിഞ്ഞാൽ, അതിനെ ഒഴിവാക്കിയാൽ നിങ്ങളുടെ ജീവിതത്തിലെ പല തടസ്സങ്ങളും കുറയാൻ തുടങ്ങും. ഇതൊരിക്കലും ഒരു മാജിക് അല്ല, ഇതൊരു എനർജി സയൻസ് ആണ്. നിങ്ങൾ തെറ്റായ നമ്പർ ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ എനർജി ഫ്ലോ ഡിസ്റ്റർബ് ചെയ്യും. അതുകൊണ്ടാണ് കാര്യങ്ങൾ സ്മൂത്ത് ആയി പോകാത്തത്. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വ്യക്തിക്ക് അവന്റെ ലൈഫ് നമ്പറിന് എതിർവശത്ത് നിൽക്കുന്ന നമ്പർ മൊബൈൽ നമ്പറിൽ ഉണ്ടെങ്കിൽ അവൻ ദിവസവും ആ എനർജി ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അവന്റെ ജീവിതത്തിൽ വൈകിപ്പോക്കുകൾ, കൺഫ്യൂഷൻ, ലോസ് ഇവയൊക്കെയും കൂടും. അതുപോലെ വാഹന നമ്പറിൽ ദുർഭാഗ്യ സംഖ്യ ഉണ്ടെങ്കിൽ അപ്രതീക്ഷിത പ്രശ്നങ്ങൾ, സ്ട്രെസ്, അനാവശ്യ ചിലവ് ഇവയൊക്കെയും ഉണ്ടാകാം. വീട്ടിന്റെ നമ്പറിൽ അതുണ്ടെങ്കിൽ വീട്ടിൽ ശാന്തി കുറയും, വിവാദങ്ങൾ കൂടും. ഇത് കേട്ടപ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായിരിക്കണം. നമ്പറുകൾ നമ്മൾ കരുതുന്നതിലും വളരെ ശക്തമാണ്. അത് ശരിയായി ഉപയോഗിച്ചാൽ ഭാഗ്യം വരും, തെറ്റായി ഉപയോഗിച്ചാൽ ദുർഭാഗ്യം വരും. അതുകൊണ്ടാണ് ദുർഭാഗ്യ സംഖ്യ അറിയേണ്ടത് അത്രമേൽ പ്രാധാന്യം അർഹിക്കുന്നത്. ഇത് അറിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആ നമ്പർ നിങ്ങൾക്ക് ഒഴിവാക്കാം. അതുവഴി നിങ്ങളുടെ ജീവിതത്തിലെ നെഗറ്റീവ് എനർജി കുറയ്ക്കാം. ഇത് ചെറിയ മാറ്റം പോലെ തോന്നും, പക്ഷേ ഫലം വലിയതാണ്. ചിലപ്പോൾ ഒരു ചെറിയ നമ്പർ മാറ്റം ഒരു വലിയ ജീവിത മാറ്റം ഉണ്ടാക്കും. ഇന്ന് നിങ്ങൾക്ക് ആ അറിവ് ലഭിക്കുന്നു, നിങ്ങളുടെ ദുർഭാഗ്യ സംഖ്യ, അതായത് നിങ്ങൾ ഒഴിവാക്കേണ്ട നമ്പർ. ഇനി അടുത്തതായിട്ട് നിങ്ങളുടെ ദുർഭാഗ്യ സംഖ്യ എങ്ങനെ കണ്ടെത്താം എന്നുള്ളത് നോക്കാം. ഇപ്പോൾ ഈ വീഡിയോയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തിലേക്ക് നമ്മൾ എത്തി. നിങ്ങളുടെ ദുർഭാഗ്യ സംഖ്യ, അതായത് നിങ്ങൾ ഒഴിവാക്കേണ്ട നമ്പർ. ഇത് എങ്ങനെ കണ്ടെത്താം? വളരെ ലളിതമാണ്, പക്ഷെ ശ്രദ്ധയോടെ ചെയ്യണം. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഒരു പേപ്പറും ഒരു പേനയും എടുത്തോളൂ. കാരണം നിങ്ങളിപ്പോൾ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ഒരു പ്രധാനമായ രഹസ്യം കണ്ടെത്താൻ പോവുകയാണ്. ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ജനന തീയതി എഴുതുക എന്നതാണ്. ആദ്യം നിങ്ങൾ നിങ്ങളുടെ ജനന തീയതി എഴുതുക. ഉദാഹരണത്തിന് 1995 അല്ലെങ്കിൽ 2001, ഇങ്ങനെ നിങ്ങളുടെ എക്സാക്ട് ബർത്ത് ഇയർ ആണ് എഴുതേണ്ടത്. ഇപ്പോൾ ആ തീയതിയിലെ ഓരോ അക്കവും 1 വീതം കൂട്ടുക. ഉദാഹരണം 1995 ആണെങ്കിൽ 1 + 9 + 9 + 5 എല്ലാം കൂടെ കൂട്ടുന്ന സമയത്ത് 24 എന്ന സംഖ്യ കിട്ടും. ഇത് ഒരിക്കലും ഒരു സിംഗിൾ ഡിജിറ്റ് അല്ല, അല്ലെ? അതുകൊണ്ട് നമ്മൾ വീണ്ടും ഇതിനെ കൂട്ടണം, അതായത് 2 + 4. അപ്പൊ നമുക്ക് 6 എന്ന നമ്പർ കിട്ടും. ഇതാണ് നിങ്ങളുടെ ലൈഫ് നമ്പർ എന്ന് പറയുന്നത്. ഇത് വളരെ പ്രധാനമാണ്, കാരണം നിങ്ങളുടെ എല്ലാ നമ്പറുകളുടെയും ബേസ് എന്ന് പറയുന്നത് ഇതാണ്. ഇനി രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ലൈഫ് നമ്പർ മനസ്സിലാക്കുക എന്നതാണ്. ഈ ലൈഫ് നമ്പർ നിങ്ങളുടെ പേഴ്സണാലിറ്റി, നിങ്ങളുടെ എനർജി, നിങ്ങളുടെ ജീവിതത്തിലെ ഡയറക്ഷൻ ഇവയെല്ലാം നിർണ്ണയിക്കും. ഇതൊരു സാധാരണ നമ്പർ അല്ല, ഇത് നിങ്ങളുടെ ജീവിതത്തിന്റെ സിഗ്നേച്ചർ ആണ്. ഇനി മൂന്നാമതായിട്ട് ദുർഭാഗ്യ സംഖ്യ എങ്ങനെ കണ്ടെത്താം എന്ന് നോക്കാം. ഇതാണ് പ്രധാനപ്പെട്ട ഘട്ടം. ഓരോ ലൈഫ് നമ്പറിനും ഒരു ഓപ്പോസിറ്റ് എനർജി ഉണ്ടാകും. ആ ഓപ്പോസിറ്റ് നമ്പർ നിങ്ങളുടെ എനർജിയോട് ക്ലാഷ് ചെയ്യും. അതാണ് നിങ്ങളുടെ ദുർഭാഗ്യ സംഖ്യ.
ഉദാഹരണത്തിന് നിങ്ങളുടെ ലൈഫ് നമ്പർ 1 ആണെങ്കിൽ 8 നിങ്ങളോട് ക്ലാഷ് ചെയ്യും. ലൈഫ് നമ്പർ 2 ആണെങ്കിൽ 9 ക്ലാഷ് ചെയ്യും. ഇങ്ങനെ ഓരോ നമ്പറിനും ഒരു ഓപ്പോസിറ്റ് നമ്പർ ഉണ്ട്. ആ നമ്പർ നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ലൈഫ് നമ്പർ കണ്ടുപിടിച്ചു. അത് ശ്രദ്ധിച്ച് അതിന്റെ ഓപ്പോസിറ്റ് നമ്പർ മനസ്സിലാക്കുക. അതാണ് നിങ്ങളുടെ ദുർഭാഗ്യ സംഖ്യ. ഇത് ചെറിയ കാര്യമെന്ന് തോന്നാം, പക്ഷെ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടാക്കും. ഇനി മുതൽ നിങ്ങൾ ഇത് ശ്രദ്ധിക്കണം. ആ നമ്പർ എവിടെയൊക്കെ വരുന്നു എന്ന്. നിങ്ങളുടെ മൊബൈൽ നമ്പറിലുണ്ടോ, വാഹന നമ്പറിലുണ്ടോ, വീട്ടിന്റെ നമ്പറിലുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ പതിവായി ഉപയോഗിക്കുന്ന നമ്പറുകൾ. ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും എന്തുകൊണ്ട് ചില കാര്യങ്ങൾ സ്മൂത്ത് ആയി പോകുന്നില്ല എന്നുള്ളത്. നിങ്ങൾക്കിപ്പോൾ തോന്നുന്നുണ്ടോ എന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഇത് കാരണം ആകാമോ എന്നുള്ളത്? അതാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം. നിങ്ങൾക്ക് അറിവ് നൽകുക, നിങ്ങൾക്ക് മാറ്റം വരുത്താൻ സഹായിക്കുക. ഇപ്പോൾ നിങ്ങൾക്കറിയാം നിങ്ങളുടെ ലൈഫ് നമ്പർ, നിങ്ങളുടെ ദുർഭാഗ്യ സംഖ്യ. അടുത്ത ഭാഗത്തിൽ ഓരോ നമ്പറിന്റെയും ദുർഭാഗ്യ സംഖ്യ ഏതാണ് എന്നുള്ളത് വിശദമായിട്ട് നോക്കാം. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇപ്പോൾ നിങ്ങളുടെ ലൈഫ് നമ്പർ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി ആ നമ്പറിനോട് ക്ലാഷ് ചെയ്യുന്ന ദുർഭാഗ്യ സംഖ്യ നമുക്ക് ഓരോന്നോരോന്നായി മനസ്സിലാക്കാം. ശ്രദ്ധയോടെ കേൾക്കുക, കാരണം ഇത് നേരിട്ട് നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന കാര്യമാണ്. ഏറ്റവും ആദ്യം തന്നെ നമ്പർ 1. ഇതിനെ പ്രതിനിധാനം ചെയ്യുന്നത് സൂര്യനാണ്. നിങ്ങളുടെ ലൈഫ് നമ്പർ 1 ആണെങ്കിൽ നിങ്ങൾ ലീഡർഷിപ്പ് ഉള്ള ആളായിരിക്കും. സെൽഫ് കോൺഫിഡൻസ്, ഇൻഡിപെൻഡൻസ് ഇവയൊക്കെയും ഉണ്ടാകും. പക്ഷെ നിങ്ങളുടെ ദുർഭാഗ്യ സംഖ്യ 8 ആണ്. 8 എന്ന നമ്പർ നിങ്ങളുടെ പ്രോഗ്രസ് സ്ലോ ആക്കും, കാര്യങ്ങൾ വൈകിക്കും. നിങ്ങൾ എത്ര ശ്രമിച്ചാലും റിസൾട്ട് ഡിലേ ആയിരിക്കും. ഇനി നമ്പർ 2 ചന്ദ്രനാണ്. ലൈഫ് നമ്പർ 2 ഉള്ളവർ ഇമോഷണൽ ആയിരിക്കും, സെൻസിറ്റീവ് ആയിരിക്കും. നിങ്ങളുടെ ദുർഭാഗ്യ സംഖ്യ 9 ആണ്. 9 വന്നാൽ കോൺഫ്ലിക്ട്സ്, മെന്റൽ സ്ട്രെസ് ഇവയൊക്കെയും ഉണ്ടാകും. അതുപോലെ തന്നെ ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾക്കും സാധ്യതയുണ്ട്. ഇനി നമ്പർ 3 ഗുരുവാണ്. ലൈഫ് നമ്പർ 3 ഉള്ളവർ അറിവുള്ളവരായിരിക്കും. പക്ഷെ നിങ്ങളുടെ ദുർഭാഗ്യ സംഖ്യ 6 ആണ്. 6 വന്നാൽ ഫൈനാൻഷ്യൽ ഇംബാലൻസ്, അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻസസ് ഇവയൊക്കെയും ഉണ്ടാകും. നമ്പർ 4 രാഹുവാണ്. ലൈഫ് നമ്പർ 4 ഉള്ളവർ അൺപ്രഡിക്റ്റബിൾ ലൈഫ് ആയിരിക്കും. നിങ്ങളുടെ ദുർഭാഗ്യ സംഖ്യ എന്ന് പറയുന്നത് 1 ആണ്. 1 വന്നാൽ ഈഗോ ക്ലാഷ്, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള തടസ്സങ്ങൾ ഇവയുണ്ടാകും. നമ്പർ 5 ബുധനാണ്. ലൈഫ് നമ്പർ 5 വന്നു കഴിഞ്ഞാൽ ഫാസ്റ്റ് ഡിസിഷൻസ് ആയിരിക്കും. നിങ്ങളുടെ ദുർഭാഗ്യ സംഖ്യ എന്ന് പറയുന്നത് 7 ആണ്. 7 വന്നാൽ കൺഫ്യൂഷൻ, റോങ് ഡിസിഷൻസ് ഇവയ്ക്ക് ഇത് കാരണമാകും. ഇനി നമ്പർ 6 ശുക്രനാണ്. ലൈഫ് നമ്പർ 6 വന്നു കഴിഞ്ഞാൽ ലവ്, കംഫേർട്ട് ഇവ നിങ്ങൾക്ക് ജീവിതത്തിൽ അനുഭവിക്കാനായിട്ട് സാധിക്കും. നിങ്ങളുടെ ദുർഭാഗ്യ സംഖ്യ 3 ആണ്. 3 വന്നാൽ മണി ഇഷ്യൂസ്, റിലേഷൻഷിപ്പ് ഇംബാലൻസ് ഇവയുണ്ടാകും. അടുത്തത് നമ്പർ 7 കേതുവാണ്. ലൈഫ് നമ്പർ 7 ഉള്ളവർ സ്പിരിച്വൽ ആയിരിക്കും. നിങ്ങളുടെ ദുർഭാഗ്യ സംഖ്യ 5 ആണ്. 5 വന്നാൽ ഇൻസ്റ്റെബിലിറ്റി, മെന്റൽ അൺറെസ്റ്റ് എന്നിവയുണ്ടാകും. ഇനി അടുത്തതായിട്ട് നമ്പർ 8 ശനിയാണ്. ലൈഫ് നമ്പർ 8 കർമ്മ സ്ട്രോങ് ആയിരിക്കും. നിങ്ങളുടെ ദുർഭാഗ്യ സംഖ്യ 1 ആണ്. 1 വന്നാൽ ഡിലേ ഇൻക്രീസ് ആകും, പ്രഷർ കൂടും. അടുത്തത് നമ്പർ 9 ചൊവ്വയാണ്. ലൈഫ് നമ്പർ 9 വന്നു കഴിഞ്ഞാൽ വളരെ ധൈര്യവാനായിട്ടുള്ള അല്ലെങ്കിൽ ധൈര്യവതിയായിട്ടുള്ള ആളുകളായിരിക്കും. നിങ്ങളുടെ ദുർഭാഗ്യ സംഖ്യ എന്ന് പറയുന്നത് 2 ആണ്. 2 വന്നാൽ ഇമോഷണലി വീക്ക് ആവാനും കോൺഫ്ലിക്ട്സ് ഉണ്ടാകാനും കാരണമാകും. ഇപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി ഓരോ നമ്പറിനും ഒരു ദുർഭാഗ്യ സംഖ്യ ഉണ്ട് എന്നുള്ളത്. അത് നിങ്ങളുടെ ജീവിതത്തിൽ നെഗറ്റീവ് എനർജി കൊണ്ടുവരും. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ആ നമ്പർ നിങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് മൊബൈൽ നമ്പർ, വാഹന നമ്പർ, വീട്ടിന്റെ നമ്പർ ഇവയിൽ ശ്രദ്ധിക്കുക. ഇത് ചെറിയ കാര്യമെന്ന് തോന്നും, പക്ഷേ ഫലം വളരെ വലിയതാണ്. ചിലപ്പോൾ ഒരു നമ്പർ മാറ്റം ഒരു ജീവിതം മാറ്റും. ഇപ്പോൾ നിങ്ങൾക്കറിയാം നിങ്ങളുടെ ദുർഭാഗ്യ സംഖ്യ. ഇനി അടുത്ത ഭാഗത്തിൽ നമുക്ക് ഇത് ഒഴിവാക്കാൻ എന്ത് ചെയ്യണം, എന്തെല്ലാം പരിഹാരങ്ങളുണ്ട് എന്നുള്ളതിനെ കുറിച്ച് നോക്കാം. അപ്പൊ നമ്മൾ നമ്മുടെ ദുർഭാഗ്യ സംഖ്യ കണ്ടെത്തി. പക്ഷെ ഇനി എന്ത് ചെയ്യണം? അതെ, ഇതാണ് പലർക്കുമുള്ള സംശയം. ഒരു നമ്പർ നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്നുവെങ്കിൽ അത് എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളത് നോക്കാം. പൂർണ്ണമായി ഒഴിവാക്കാൻ കഴിയുമോ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സമയത്തും പൂർണ്ണമായി നമുക്കിത് ഒഴിവാക്കാൻ സാധിക്കില്ല. പക്ഷെ അതിന്റെ ദോഷം കുറയ്ക്കാനായിട്ട് നമുക്ക് കഴിയും. അതിന് ചില ലളിതമായിട്ടുള്ള പക്ഷെ ശക്തമായ പരിഹാരങ്ങളുണ്ട്. ഒന്നാമത്തെ പരിഹാരം എന്ന് പറയുന്നത് അവബോധമാണ്. നിങ്ങൾക്കറിയാം ഏത് നമ്പറാണ് നിങ്ങൾക്ക് ദോഷം ചെയ്യുന്നത് എന്നുള്ളത്. ഇനി ആ നമ്പർ കാണുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കൂ. ഇത് ചെറിയ കാര്യമാണ്, പക്ഷെ വലിയ മാറ്റത്തിന് തുടക്കം കുറിക്കും. ഇനി രണ്ടാമത്തെ പരിഹാരം എന്ന് പറയുന്നത് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്.
നിങ്ങൾക്ക് കഴിയുന്നിടത്തോളം ആ നമ്പർ നിങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുക. പുതിയ മൊബൈൽ നമ്പർ എടുക്കുമ്പോൾ ആ നമ്പർ ഒഴിവാക്കുക. വാഹന നമ്പർ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഇത് ചെറിയ ഒരു ശ്രദ്ധ മാത്രമാണ്, പക്ഷെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടാകും. ഇനി മൂന്നാമത്തെ പരിഹാരം എന്ന് പറയുന്നത് പോസിറ്റീവ് നമ്പർ ഉപയോഗിക്കുക എന്നതാണ്. മൂന്നാമത്തെ പരിഹാരം, നിങ്ങളുടെ ഭാഗ്യസംഖ്യ ഉപയോഗിക്കുക. നിങ്ങളുടെ ലൈഫ് നമ്പർ നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി നൽകും. അതുകൊണ്ട് ആ നമ്പർ നിങ്ങൾക്ക് എവിടെയൊക്കെ ഉപയോഗിക്കാൻ സാധിക്കുമോ അവിടെയൊക്കെ നിങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കുക. പാസ്വേഡ്, ഇമ്പോർട്ടൻസ് ഡേറ്റ്സ്, സെലക്ഷൻ നമ്പേഴ്സ്, ഇവയിൽ നിങ്ങളുടെ ലക്കി നമ്പർ ഉപയോഗിക്കുക. ഇനി നാലാമത്തെ പരിഹാരം എന്ന് പറയുന്നത്, ഇതാണ് ഏറ്റവും ശക്തമായിട്ടുള്ള പരിഹാരം, ദൈവവിശ്വാസം. നമ്പറുകൾക്ക് എനർജി ഉണ്ടെങ്കിലും അതിൻ്റെ മേൽ ദൈവത്തിന്റെ ശക്തി വലിയതാണ്. നിങ്ങൾ ദിവസവും ദീപം തെളിയിക്കുക, ദൈവനാമം ജപിക്കുക. ഇത് നിങ്ങളുടെ നെഗറ്റീവ് എനർജി കുറയ്ക്കും, മനസ്സിന് ശാന്തി നൽകും. ഇനി അഞ്ചാമത്തെ പരിഹാരം എന്ന് പറയുന്നത് മനസ്സിന്റെ ശക്തിയാണ്. ഇത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങളുടെ മനസ്സ് വളരെ ശക്തമാണ്. നിങ്ങൾ വിശ്വസിക്കുന്നത് പോലെ നിങ്ങളുടെ ജീവിതം മാറും. നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. നിങ്ങൾ അറിഞ്ഞു, നിങ്ങൾ ശ്രദ്ധിച്ചു. ഇതുതന്നെ മാറ്റത്തിന്റെ തുടക്കമാണ്. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചെറിയ മാറ്റങ്ങൾ വലിയ ഫലങ്ങൾ നൽകും. ഒരു നമ്പർ അവോയ്ഡ് ചെയ്യുന്നത് ഒരു ചെറിയ മാറ്റം പോലെ തോന്നും, പക്ഷെ അത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഡയറക്ഷൻ തന്നെ മാറ്റാം. ഇന്ന് നിങ്ങൾക്ക് ഒരു അറിവ് ലഭിച്ചു, നിങ്ങളുടെ ദുർഭാഗ്യ സംഖ്യ. അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യാം? ഇനി നിങ്ങളുടെ കൈകളിലാണ് നിങ്ങളുടെ ജീവിതം. നിങ്ങൾ ശരിയായ തിരഞ്ഞെടുപ്പ് ചെയ്താൽ നിങ്ങളുടെ ജീവിതം മാറും. ശ്രദ്ധിക്കുക, വിശ്വസിക്കുക, മാറ്റം കാണുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. ഒപ്പം തന്നെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ ലൈഫ് നമ്പറും നിങ്ങളുടെ ഇഷ്ടദൈവത്തിന്റെ നാമവും രേഖപ്പെടുത്തുക. അതുപോലെ കൂടുതൽ ദൈവിക അറിവുകൾക്കായിട്ട് പ്രാർത്ഥനാ തീർത്ഥം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നന്ദി.